ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ തലേ ദിവസം നമുക്കൊരു ഓർഡർ കിട്ടിയതിന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ട്, 2 പേർക്കേനും ലണ്ടൻക്കാണ് കേട്ടോ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. ബീഫ് ഫ്രൈ ഉണ്ട്, അതേപോലെ തന്നെ മീനച്ചാറുണ്ട്, നാരങ്ങച്ചാറുണ്ട്, മാങ്ങച്ചാറുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടി നമ്മൾ സെറ്റാക്കുന്ന ഒരു വീഡിയോ ആയിട്ടൊന്ന്. അപ്പോൾ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനുള്ള മസാലയാണ് അപ്പോൾ അത് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കുക. നമ്മൾ കൈയൊന്നും തട്ടാതെ മിക്സ് ആക്കണം കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇതിൽ ചേർക്കൂല കേട്ടോ, വെള്ളം ചേർക്കാതെയാണ്. എന്നാൽ തന്നെ ഉണ്ടാവും ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മൾ ഇറച്ചി നല്ലോണം നമ്മൾ വാരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓട്ടപാത്രം ഉണ്ടല്ലോ, ആ ഓട്ടപാത്രത്തിൽ കഴുകിക്കാണ്ട് വെക്കണം കേട്ടോ കുറച്ച് ടൈം. എന്നാലാണ് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പോയി കിട്ടുള്ളൂ. നല്ലോണം നമ്മൾ മിക്സാക്കി കൊടുക്കുക. നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് 2 പേർക്കാട്ടോ. അപ്പോൾ 2 വട്ടമായിക്കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ ഒരാൾക്കുള്ളത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ നാരങ്ങ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാരങ്ങ അച്ചാറിന് ഇത് അടുത്ത ആൾക്കില്ല ബീഫ് നമ്മൾ വേറൊരു കുക്കറിലും വെച്ചിട്ടുണ്ട്. നാരങ്ങ നമ്മളൊന്ന് അച്ചാറിടുന്നതിന് മുന്നേ നമ്മളൊന്ന് വേവിക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി ഇതാക്കണം. അപ്പോൾ കല്ലുപ്പിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാങ്ങയാണ്. ഈ മാങ്ങയാണ് നമുക്ക് കിട്ടിയത്, മറ്റേ മാങ്ങ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഈ മാങ്ങ കിട്ടി അത് നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊണ്ട് കട. അപ്പോൾ ലിയ പറഞ്ഞു ഓക്ക് മാങ്ങ തിന്നണം എന്ന് പറഞ്ഞുകൊണ്ട് ഓൾക്ക് കുറച്ച് ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഓക്ക് കൊടുത്തതാട്ടോ. അപ്പോൾ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ കുറച്ച് ചെനച്ച മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കടുക്, പിന്നെന്താ ഉലുവ, വേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്കെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ മസാലകളൊക്കെ ഇട്ടുകൊണ്ട് അച്ചാർ പൊടി അങ്ങനത്തെ മസാലകളൊക്കെ ഇട്ടുകൊണ്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ല മിക്സാക്കി കൊടുത്ത് അത് നല്ലോണം ഒന്ന് തിളക്കുന്ന വരെ നമ്മളൊന്ന് നോക്കട്ടോ. ഒന്ന് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ സുർക്ക പാർന്ന് കൊടുക്കുക. അതൊന്നും ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ, നമ്മളെല്ലാം കൂടെ കണ്ട് തിരക്കായിട്ടേ. അപ്പോൾ ചെറിയ ഭാഗങ്ങളുള്ളൂ. നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാങ്ങച്ചാർ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ നാരങ്ങച്ചാറിന് വേണ്ടിയിട്ടുള്ള വേറെ പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കും ഇതേപോലെ കടുക്, ഉലുവ അതൊക്കെ ഇട്ട് പിന്നെ നമ്മൾ നാരങ്ങ ഒരു ഭാഗത്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചില്ല ആ നാരങ്ങ ഇങ്ങനെ ഞാനും ഉമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കട്ടെ. പിന്നെന്താ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അതൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാ പേസ്റ്റുകളും ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇളക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് നിന്ന് ഞാൻ നാരങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് നമുക്ക് നോമ്പല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം അവർക്ക് തന്നെ ഞായറാഴ്ച തന്നെ വേണം കേട്ടോ. അവർക്ക് ലണ്ടൻക്ക് വേറെ ഒരാൾ പോകുന്നുണ്ട്. അപ്പോൾ 2 ആൾക്കാർ ഓർഡർ ചെയ്തതാണ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഞായറാഴ്ച തന്നെ വരും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ശനിയാഴ്ച തന്നെ ഉണ്ടാക്കി വെച്ചതാട്ടോ. പിന്നെ പിറ്റേന്ന് നമുക്ക് ഞായറാഴ്ച നോമ്പും അല്ലേ, അപ്പോൾ എല്ലാം പെട്ടെന്ന് നമ്മൾ റെഡി ആക്കിയേനു. പിന്നെ സുർക്കൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാങ്ങച്ചാർ ബീഫ് അച്ചാർ നമ്മൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓർഡറിൽ ബീഫ് അച്ചാറില്ല. അപ്പോൾ അതേപോലെ ബീഫ് അച്ചാർ, മാങ്ങ, മീൻ, ചെമ്മീൻ ഇതൊക്കെ അച്ചാറുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ടവർ പറയാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊറിയറാണെങ്കിൽ കൊറിയർ അയച്ചു തരും. നമ്മൾ ഏത് സ്ഥലത്തേക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും കേട്ടോ. വേണ്ടവർ പറയുകൊണ്ട് നാരങ്ങച്ചാർ
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാങ്ങച്ചാറായാലും നാരങ്ങച്ചാറായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ നാരങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയായി നമ്മൾ വേറെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്താ ഉലുവ മറ്റേ പൊടിച്ചത് ഉണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മാങ്ങച്ചാർക്ക് നമ്മൾ ഉലുവ പൊടിച്ചത് ഇട്ട് കണ്ട് ഇങ്ങനെ മിക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ നാരങ്ങച്ചാർക്കും അതേപോലെ തന്നെ ഉലുവയും കടുകും ഒക്കെ പൊടിച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അത് നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ മിക്സ് ആക്കി കൊടുക്കുക. അത് ഗുണമാൻ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ആ നമ്പർക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഇനി അടുത്ത് നമ്മൾ മീനച്ചാറാട്ടോ. മീനച്ചാറിന് വേണ്ടിയിട്ട് നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി മീൻ ഇതാ ഒരു ഭാഗത്ത് പൊരിച്ച് വെക്കുന്നുണ്ട്. പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇങ്ങനെ തിളവ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും ഫുള്ള് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ട്. പിന്നെ അച്ചാറുകളൊക്കെ ഫുള്ള് പിന്നെ നമ്മളൊരു ഭാഗത്ത് ബീഫ് ഇങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് നമ്മൾ. പിന്നെ നമ്മൾ പാക്കാക്കിയതൊക്കെ ഫുള്ള് പാക്കിംഗ് ഒന്നും എടുത്തിട്ടില്ല. പാക്കാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ബാക്കി.